നമ്മൾക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിന് മന്ത്ലി ഇൻട്രസ്റ്റ് കിട്ടുന്ന ആ പൈസ ആ ബാങ്കിലെ തന്നെ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ പലിശ കോമ്പൗണ്ടിങ് രീതിയിൽ വർദ്ധിച്ച് നമുക്ക് ഒരു ഉയർന്ന നേട്ടം കിട്ടുന്നതിനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ കോമ്പിനേഷൻ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും കിട്ടുന്ന പലിശ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ, ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിന്റെ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നിക്ഷേപിക്കുന്ന തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിന്റെ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, ഓരോ മാസവും ഒരു നിശ്ചിത തുക ഇടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ക്ലബ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ക്യാപിറ്റൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വഴി സേഫ് ആവുകയും അതിന്റെ കിട്ടുന്ന പലിശ കൂടുതൽ ലാഭം കിട്ടുന്ന ഇക്വിറ്റി നിക്ഷേപത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുകയും അത് നമ്മൾക്ക് ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ നമുക്ക് വളരെ മികച്ചൊരു റിട്ടേൺ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ രണ്ട് കോമ്പിനേഷൻ ഓപ്ഷന് ശേഷം ഞാൻ ഒക്കെ പ്രിഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാനൊക്കെ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഓപ്ഷൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഡെറ്റ് ഫണ്ടുകളുടെയും ഹൈബ്രിഡ് ഫണ്ടുകളുടെയും ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് സേഫ് ആയിട്ട് വേണ്ട എമൗണ്ട് ഒരു ഡെറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ഒരു പീരിയോഡിക്കലി അതിൽ നിന്ന് പണം പിൻവലിച്ച് ഹൈബ്രിഡ് ആയിട്ടുള്ള ഫണ്ടിൽ നിക്ഷേപിക്കുക. ആ ഫണ്ട് നമ്മുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു തുക ബോണസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പണം നിങ്ങൾ ഡെറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കുക. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു 7-8% ആനുവലി കിട്ടും. ആ പണത്തിന്റെ ആ ഗ്രോത്തിനെ ഓരോ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ ഒക്കെ എടുത്തുകൊണ്ട് കുറെ കൂടെ ഗ്രോത്ത് തരുന്ന എന്നാൽ സേഫ്റ്റി കുറവില്ലാത്ത ഒരു ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലാഭത്തിനെ വലിയ രീതിയിൽ ഈ ഹൈബ്രിഡ് ഫണ്ട് വലുതാക്കുകയും നമുക്ക് എഫക്റ്റീവ്ലി നോക്കുമ്പോൾ വളരെ മെച്ചമായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുകയും ചെയ്യും.